ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എമ്പുരാനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ എമ്പുരാൻ വിവാദങ്ങളിങ്ങനെ കത്തിക്കയറുന്നതിൻ്റെ കൂടെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കത്തിക്കയറുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ തട്ടിലാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്നവർ ഒരു സൈഡിൽ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വേറൊരു സൈഡിൽ, ഇനി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നവർ വേറെ സൈഡിൽ, അങ്ങനെ പലരും പല രീതിയിലാണ് ഈ പടത്തിനെ നോക്കിക്കാണുന്നത്, ഇതിന് കമൻ്റ് അടിക്കുന്നത്, കുറേ ആൾ ചെയ്യുന്നത്. ഇനിയും നേരം വിളിക്കാതെ കുറേ ആൾക്കാരുണ്ട് പടം പൊട്ടി, പടം ഊമ്പി എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കണ്ണീര് കൊണ്ട് കമൻറ്റുകൾ എഴുതുന്ന എത്രയോ പേരെ കാണുന്നുണ്ട്. പക്ഷെ പടം ബുക്ക് മൈ ഷോയിലൊക്കെ റെക്കോർഡ് ബുക്കിംഗ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് നോക്കി കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ 25K മേലെയൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്. അത് ഇന്നലെ മുതൽ ആ രീതിയിലാണ് പോയത്. ഇതിന് മുന്നേ ഒരു 10,000 ആണെങ്കിൽ ഇന്നലെ മുതൽ അതൊരു 25,000 മേലെ പോയിട്ടുണ്ട്. എനിക്കത് കൂടുന്ന തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം പടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രൊഡ്യൂസർക്ക് പൈസ എന്നുള്ള രീതിയിൽ ഇത് എന്തായാലും സക്സസ് ആവുമെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ചിലർ പടത്തിൻ്റെ പൈസ പോയി, ഈ ഗോപാലൻ്റെ ചിട്ടി പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വികാരങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷേ ഇത് അവരെ തന്നെ അന്വേഷിച്ചാൽ അവർക്ക് കാണാൻ പറ്റും എത്രത്തോളം ടിക്കറ്റിന് ബുക്കിംഗ് വരുന്നുണ്ട്. അതിപ്പോൾ ഓവർസീസ് ആയാലും ഈ കേരളത്തിലായി കഴിഞ്ഞാൽ എവിടെ ആയിക്കഴിഞ്ഞാലും നല്ല ബുക്കിംഗ് തന്നെ നടക്കുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ നല്ല ബുക്കിംഗ് തന്നെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു ടിക്കറ്റ് വേണമെങ്കിൽ കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മലയാളത്തിലെ വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ സിനിമയ്ക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഒന്നും ഓർമ്മയിലൊന്നും നേടിയില്ല. എൻ്റെ ഓർമ്മ പുലിമുരുകൻ, പിന്നെ പുലിമുരുകൻ കേൾക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഓളായിരുന്നു. അതായത് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ എത്ര 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അതേപോലെയാണ് ഇപ്പോൾ ഓൺലൈനിലും കൂടി ആ ഒരു തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു എമ്പുരാൻ എന്നുള്ള സിനിമ. അതെന്തായാലും നമ്മൾ സംബന്ധിച്ചേ പറ്റുള്ളൂ. വിവാദങ്ങളെ വഴിക്ക് നടക്കട്ടെ. ഈ സിനിമ എന്നുള്ള രീതിയിൽ ഇത് വൻ വിജയം തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മേജർ രവി മോഹൻലാൽ മാപ്പറി മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മോഹൻലാലിനെ സേവ് ആക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു സൈഡിൽ ഷാജു സക്കീറൊക്കെ മരിച്ചു കൊണ്ടെടുക്കുന്നുണ്ട് ഈ പടത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മണിക്കൂറിലൊരു 3 വീഡിയോ വെച്ചിട്ടെങ്കിലും ഇടുന്നുണ്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇയാൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ന്യൂസൊക്കെ കിട്ടുന്നത്? കുറേ ആൾക്കാർ ക്യാൻസലാക്കിയത് കൊണ്ട് 17 കട്ട്സിന് സമ്മതിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷേങ്കിൽ ആ 17 കട്ട്സിന് സമ്മതിക്കുന്നതിന് മുമ്പേ തന്നെ ടിക്കറ്റൊക്കെ ബുക്കിംഗ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് കുറയുന്നത്? അതായത് ഇറങ്ങിയത് മുതൽ ഈ സമയം വരെ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് റേറ്റിംഗ് കൂടുന്നതല്ലാതെ കുറയുന്നൊരു സന്ദർഭവും ഞാൻ കണ്ടിട്ടില്ല ബുക്ക് മൈ ഷോയിൽ. ഇപ്പം എന്ന് വെച്ചാൽ അത് ഹൈ ലെവലിലാണ് ഇപ്പം ഞാൻ അത് നിൽക്കുന്നത്. അപ്പോൾ ഷാജു സക്കീറക്ക് പല സോഴ്സിലൊക്കെ കൂടി കിട്ടുന്ന വിവരമായിരിക്കാം. പക്ഷേ ചത്ത് കടന്ന് പണിയെടുത്തിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പിന്നെ ചില ആൾക്കാർ രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംഖ്യകൾ ഒക്കെ വന്നിട്ടുണ്ട്. സംഖ്യകളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ ഇത് വലിയൊരു വിവാദത്തിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ അവർ ഗോത്ര കലാപം കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യുന്നു. പല ആൾക്കാർ പരസ്യമായിട്ട് വന്നിട്ട് തന്നെ ന്യൂസ് ചാനലൊക്കെ തീവ്രവാദികളെ കൊല്ലും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എവിടെയാണ്? ഇത് കേരളത്തിൽ തന്നെയാണോ? ഈ മനുഷ്യന്മാരുടെ മനസ്സൊക്കെ എവിടെയാണ് പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരും മനുഷ്യരാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കേണ്ട വിവേകം പോലും ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ക്രിസ്ത്യാനികളാണോ മുസ്ലിംസ് ആണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഫ്രണ്ട്സൊക്കെ ആവുന്നത്. പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളിലേക്ക് അതൊക്കെയാണ് ഇപ്പോൾ കുത്തിവെക്കുന്നത് എന്ന് തോന്നുന്നു. അതായത് ഇനിയിപ്പോൾ ഇവർ ഫ്രണ്ട്സ് ആകുന്ന സമയത്ത് അതൊക്കെ കുട്ടികളെയൊക്കെ ബാധിക്കും ഈ ഒരു വിവാദങ്ങളൊക്കെ. ഇതൊന്നും ഇവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നമുക്ക് മതവും ജാതിയൊക്കെ വേണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ രീതിയിൽ കാണുക. ഇനിയിപ്പോൾ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞു, അത് ഇല്ലതാണെങ്കിൽ അവരതിന് ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരതിനൊക്കെ എല്ലാം കട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വേറൊരു വിഭാഗം നട്ടലില്ല, മാപ്പ് ഷൂ നക്കി, അങ്ങനെ മോഹൻലാലിനെ സംഖ്യയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്രയും കാലം ഒരു സൈഡിലും മോഹൻലാലിനെയും പൃഥ്വിരാജിൻ്റെ ഒക്കെ ജിഹാദിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും സംഖ്യയായി മാറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? അതൊക്കെ പിണറായി വിജയൻ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കളിയാക്കുന്ന സീനുണ്ട്. എന്നാലും അദ്ദേഹം അത് തിയേറ്ററിൽ പോയിരുന്ന് ആ സിനിമ കണ്ടു. ആ ഒരു മനസ്സ് വേറെ ആരും കാണിച്ചിട്ട് കണ്ടിട്ടില്ല.
പക്ഷേങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു മോഹൻലാൽ എൻ്റെ ഫ്രണ്ടാണ്, സിനിമ കാണും. ഇപ്പോൾ വിവാദം ഉണ്ടായ സമയത്ത് പറഞ്ഞു സിനിമ കാണത്തില്ല, സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതാണെന്ന്. ഓക്കെ, ചരിത്രം ഒക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേങ്കിൽ ഗുജറാത്ത് കലാപവും കാര്യങ്ങളൊക്കെ നടന്നതാണല്ലോ. ഇതിൻ്റെ മുന്നിൽ ആ നടന്ന സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരാരും പറയുന്നില്ലല്ലോ. പിന്നെ കുറേ ആൾക്കാർ വന്ന് പടം പൊട്ടി. ഈ പടം പൊട്ടി എന്ന് പറയുന്നത് പടം കാണാതെ വീട്ടിലിരുന്നിട്ട് മറ്റേ പൊട്ടക്കിണറ്റിലിരിക്കുന്ന തവള വരെയില്ലേ, അപ്പോൾ അതുപോലെ ഇരുന്നിട്ട് കുറേ എണ്ണം അവിടെ ഉണ്ട്. കുറേ ആൾക്കാർ പടം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പ്രത്യേകം ഒരു നടൻ്റെ ഫാൻസുകാരാണ്. ആ ഫാൻസുകാർക്ക് അറിയാം അവരുടെ നടൻ എന്തായാലും ഈ ലെവലിൽ ഒരിക്കലും എത്തില്ല എന്ന്. അപ്പോൾ പടത്തിന് എങ്ങനെയെങ്കിലും തകർക്കണം. അതിപ്പോൾ അവർക്ക് സന്തോഷമാണ്, അതായത് സംഘികൾ ഇതിനെ എതിർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഇനിയിപ്പം മാപ്പ് പറയുന്ന സമയത്ത് ഇവർ വേറെ ടീം എതിർക്കുന്ന സമയത്ത് അത് അവർക്ക് സന്തോഷമാണ്. തന്നെ അത് മീൻ പിടിക്കാനുള്ളൊക്കെ, അല്ലെങ്കിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമില്ലേ, അതാണ് അവിടെ നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതൊക്കെ വെറും ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയാണുള്ളത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ബുക്കിങ്ങിൻ്റെ ഇത് എന്താണ് ബുക്കിങ്ങിൻ്റെ ആ ഒരു കൗണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ സിനിമയാണ് ചിലപ്പോൾ ഇതൊക്കെ ഇത്രയും വിവാദങ്ങളുണ്ടാകുന്ന സമയത്ത് ആ പടം കാണാൻ പോകില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ബുക്കിങ്ങിൻ്റെ കൗണ്ട് കുറയുകയാണ് വേണ്ടത്. പക്ഷേ ഇത് ഇരട്ടീൻ്റെ മേലെ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ കളിക്കുന്നത് മോഹൻലാൽ എന്ന നടനോടാണ്. ഇദ്ദേഹത്തിന് കട്ട ഫാൻ ബേസ് ഉണ്ട്. അതായത് മോഹൻലാൽ എന്നുള്ള നടൻ്റെ ഫാൻ ബേസ് ഉണ്ട്. അത് സംഘികളോ മുസ്ലിംസോ അങ്ങനെ അതൊന്നും വേർതിരിക്കാതെ അവർ കുറേ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ എന്നുള്ള നടന് എന്തായാലും കട്ടക്ക് ഫാൻ ബേസ് ഇല്ലോണ്ട് തന്നെയാണ് ഇത്രയും രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കോ എടുക്കാതിരിക്കോ അത് ഓരോരാളുടെ ഇഷ്ടം. പക്ഷേ തിയേറ്ററിൽ പടം നല്ല രീതിയിൽ തന്നെയാണ് ഓടുന്നത്. ഇവരെന്ത് വസ്തുതയെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എന്ത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പടം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ ഓടുന്നുണ്ട്. പിന്നെ എത്ര നെഗറ്റീവ്, അതായത് ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പം തിയേറ്റർ റെസ്പോൺസൊക്കെ നിങ്ങൾ ഇപ്പോൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ പടം കണ്ടിട്ട് ഇറങ്ങുന്ന അധികം ആൾക്കാർ, ഒരു 90% ആൾക്കാരും ആ പടത്തിന് നല്ലത് മാത്രമാണെന്ന് പറയുന്നത്. വേറെ ഇതൊന്നുമില്ല. ലൂസിഫറിൻ്റെ അത്ര എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലൂസിഫർ എത്തിയിട്ടില്ല, ലൂസിഫർ വേറൊരു സിനിമ, എമ്പുരാൻ വേറൊരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ കണ്ടിട്ട് ഇല്ലത് വെച്ചിട്ട് ഏറ്റവും നല്ല മേക്കിംഗ് ക്വാളിറ്റിയുള്ള പടമാണ് അത്. നിങ്ങൾ ഈ പടം എത്ര പൈസ കൊടുത്തിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയില്ല. പിന്നെ മനസ്സിൽ വർഗീയതയും അല്ലെങ്കിൽ മോഹൻലാലിനോട് നടനിലോടുള്ള വിരോധമൊക്കെ വെച്ച് കയറിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാമെന്നല്ലാതെ അതിലൊരു വസ്തുതയും ഇല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ചില ആൾക്കാരെ ടിക്കറ്റ് ബുക്ക് ക്യാൻസലിങ് എന്നെല്ലാം പറഞ്ഞിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഒരു ടിക്കറ്റ് ബുക്ക് ക്യാൻസൽ ചെയ്തത് ഇങ്ങനെ കാണിച്ചിട്ട് അത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പലരും ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഒരേ തിയേറ്ററിൽ ഒരേ സീറ്റ് നമ്പർ 10 ആൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഡിഗ്രേഡിങ്ങിൻ്റെ വേറൊരു രൂപം. പിന്നെ അതായത് വേറൊരു സിനിമേൻ്റെ തിയേറ്റർ റെസ്പോൺസ് എടുത്തിട്ട് ഇതിനിടയിൽ അങ്ങനെ പല രീതിയിൽ സിനിമയെ തകർക്കാൻ നോക്കിയിട്ടും ഈ സിനിമ ഒരിക്കലും തകരില്ല, മുന്നേറുന്നല്ലാണ്ട് തകരുന്നില്ല. പക്ഷെ എന്നിട്ട് ഇവർ പറയുന്നത് പടം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അത്ര ഇല്ല ഇതിൻ്റെ അത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടൊരു മെനയാവുന്നില്ലല്ലോ സജ്ജയെന്ന് ചോദിക്കേണ്ടി വരുന്നത്. പിന്നെ രാജസക്കരിയൊക്കെ എന്താണ്, എവിടെ നിന്നാണ് അയാൾക്ക് ഫണ്ടിങ് ഒക്കെ സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയും മണിക്കൂറിൽ 3 പോസ്റ്റൊക്കെ വെച്ചിട്ടാണ് എമ്പുരാനെ കുറിച്ചിട്ടിടുന്നത്. ഇതെന്താണെന്നറിയില്ല. ഷാജസക്രിയ ഒക്കെ മോഹൻലാലിനോടുള്ള വിരോധമാണെന്ന് തോന്നുന്നില്ല, പൃഥ്വിരാജിനോടുള്ള വിരോധമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സുപ്രിയനെയൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട്. സുപ്രിയ തൻ്റെ ഭർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടതിന് എമ്പുരാന് രാജ്യത്തിനെതിരാക്കിയിട്ട് മാറ്റാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ചെറ്റത്തരല്ലേ സാറേ? അത് കുറച്ച് മോശം പരിപാടി തന്നെയാണ് എന്തായാലും. അതായത് സുപ്രിയ സ്വന്തം ഭർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പോസ്റ്റിൽ ആളറിഞ്ഞ് കളിയിടാന്നുള്ള ഒരു ഡയലോഗ് കിട്ടും. അത് സംഘികൾക്കെതിരെയാണ് അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ചോറ് തിന്ന ആരും അതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി തീർക്കാൻ നിൽക്കുന്നത്? താങ്കളുടെ ഒരു വെറുപ്പ് തോന്നുന്നു. സത്യം പറയാം, താങ്കളുടെ രാഷ്ട്രത്തോട് ഒരു വെറുപ്പ് തന്നെ തോന്നിപ്പോകുന്നു. പക്ഷേ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ അധികം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അറിയാം. അതുകൊണ്ട് അത് വിട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിന് പറ്റുന്നത്രയും നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ നോക്ക്. ഈ പടം നിങ്ങൾ പറ്റുന്നത്രയും നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ നോക്ക്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യും, ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മോഹൻലാൽ ഫാൻസൊക്കെ ഉള്ളത്. അത്രയും നല്ല രീതിയിലാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു സംഭവത്തിൽ
ഇനി ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് ഇവർ സോറി പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ നിന്ന് 17 സീൻസ് കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും വേറൊരു വിഭാഗം ഇതിനെതിരെ വരും, അതായത് നട്ടലില്ലേ മറ്റേ ഇതില്ലേ വെച്ചിട്ടൊക്കെ വരും. പക്ഷേ അതൊക്കെ അവരുടെ പേഴ്സണലാണ് ഇഷ്ടമാണ്, നിർമ്മാതാക്കളെ ഇഷ്ടമാണ്. കാരണം അവരവരുടെ സേഫ്റ്റി നോക്കണം. കാരണം ഈ പടം പൊട്ടിക്കഴിഞ്ഞാൽ അവർക്കാരും പൈസയൊന്നും വേറെ ആരും കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പം അവരെ ഒരു എന്താ പറയുക, അവർ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പടം എന്തായാലും ഹിറ്റായി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ഇനി എന്ത് സംഭവിക്കുന്നില്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നിന്നിട്ട് കാണാം. ഈ മനഃപൂർവ്വമുള്ള ഡീഗ്രേഡിംഗ് ഒക്കെ ഇനിയിപ്പം അധികകാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം.